നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാൻഡിലിനെ കുറിച്ചാണ് പഠിച്ചത്. ഭൂമിയുടെ രണ്ടാമത്തെ മണ്ഡലമായ മാൻഡിലിനെ കുറിച്ചാണ് പഠിച്ചത്. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാമ്പ് അല്ലെങ്കിൽ കോർ, ഇതിനെക്കുറിച്ചാണ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള, അതായത് മാൻഡിലിന് ഉള്ളിലായി കാണപ്പെടുന്ന ഭൂമിയുടെ കേന്ദ്രമാണ് കാമ്പ് അല്ലെങ്കിൽ കോർ. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കോർ. ഇരുമ്പ്, നിക്കൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന ലോഹങ്ങൾ. അതുകൊണ്ട് ഇതിനെ നിഫെ എന്ന് അറിയപ്പെടുന്നു. നിക്കൽ അയൺ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് നിഫെ. കാമ്പിനെ അകക്കാമ്പ്, പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, എന്നാൽ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഉന്നത മർദ്ദമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിലായി തീരുവാൻ കാരണം. ഇത്രയാണ് കോറിനെ കുറിച്ച്, അതായത് കാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. എന്നാൽ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ രണ്ടാം സ്ഥാനം സിലിക്കണാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം ആണ്. ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ കൂടുതൽ ഭാഗവും ഇരുമ്പാണ്. അടുത്തത് ഭൗമാന്തർഭാഗത്തെ ഓരോ ഭാഗങ്ങളെ തിരിക്കുന്ന അതിർവരമ്പുകളുടെ പേരുകളാണ്. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ അതിർവരമ്പിനെ മൊഹോറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നു. മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സിയാൽ, സിമ എന്നിവയെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയുന്നു. ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ റെപ്പറ്റി വിച്ഛിന്നത എന്നും അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പിനെ ലേമാൻ വിച്ഛിന്നത എന്നുമാണ് പറയുന്നത്. ഇത്രയാണ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമ്മൾ വിവിധ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട PSC ചോദ്യങ്ങളും PSCക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് ഇതിന് പിന്നാലെ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.